വ്യക്തമായിട്ട് പറഞ്ഞത് നമുക്ക് പോരാട്ടമുണ്ട്. എഫെസ്യ ലേഖനം 6 വ്യക്തമായിട്ടത് പറഞ്ഞു, നമുക്ക് പോരാട്ടമുണ്ട്. സ്തോത്രം. ചുമ്മാ നമേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. യു ഹാവ് ടു എക്സർസൈസ് യുവർ അതോറിറ്റി. ദൈവം ഡെലിഗേറ്റഡ് പവർ തന്നിട്ടുണ്ട്. അബ്സല്യൂട്ട് പവർ നമ്മുടെ കർത്താവിനാണ്. അതാ യേശു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് അതോറിറ്റി, അബ്സല്യൂട്ട് പവർ. പക്ഷേ കർത്താവ് നമ്മെ ഡെലിഗേറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. ആ പവർ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? അധികാരം കൊടുത്തു. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 9-1 10-19 എല്ലാം വായിക്കുമ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്നു. വ്യാധികളെയും രോഗങ്ങളെയും ഭൂതങ്ങളെയും ഹല്ലേലൂയ സ്തോത്രം ശാസിക്കുവാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഇതെല്ലാം ആരുടെ മേൽ തന്നിട്ടുണ്ട്? നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ. ദൈവ പൈതലെ സ്തോത്രം മനസ്സിലാക്കണമേ, ഇതൊരു പാസ്റ്ററുടെ ഒരു കുത്തകയല്ല. പിന്നെയോ സ്തോത്രം, വിശ്വസിക്കുന്നവരാൽ. ആമേൻ. രാജകീയ പുരോഹിത വർഗമാണ് ഞാനും നിങ്ങളും. നമ്മെ ധരിപ്പിച്ചിരിക്കുന്ന ഈ 2 കാര്യങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ഈ നാളുകളിൽ പോരാടി നിൽക്കണം. ഹല്ലേലൂയ. ഒന്നാമത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം പോരാടണം. സ്തോത്രം. ഒരു കുടുംബം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ നിലനിൽക്കത്തില്ല. ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ നിലനിൽക്കത്തില്ല. ഛിദ്രിപ്പിക്കുന്ന ഹല്ലേലൂയ പോരുകളുണ്ട്. അത് പിശാചിന്റെ തന്ത്രങ്ങളാണ്. ഈ നാളുകളിൽ അത് തിരിച്ചറിഞ്ഞ് പോരാടി നിൽക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. അപ്പൊ ദൈവമക്കൾ സ്തോത്രം, ഞാനും നിങ്ങളും വ്യത്യസ്തരാണ്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിലും അങ്ങനെ തന്നെ കാണത്തക്കവണ്ണം ദൈവം ചെയ്യും. ആമേൻ. സ്തോത്രം. ഇവിടെ ഈ ലേവി ഗോത്രത്തെ നോക്കുമ്പോൾ 47-ാമത്തെ വാക്യത്തിന്റെ അകത്ത് നമ്മൾ കൂട്ടത്തിൽ ലേവ്യരെ പിതൃഗോത്രമായി എണ്ണിയില്ല. ലേവി ഗോത്രത്തെ സ്തോത്രം ഹല്ലേലൂയ അവരെ വേർതിരിച്ചു നിർത്തി. അപ്പോ ദൈവമക്കൾ മനസ്സിലാക്കണം, നാം ദൈവിക ശുശ്രൂഷക്കാരാണ്. നാം വേർപെട്ട് നിൽക്കേണ്ടവരാണ്. സ്തോത്രം. വേർപാട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഒന്നാമത്തെ കാര്യം, വേർപാടെന്ന് പറയുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ദൈവം എണ്ണിയില്ല. ദൈവത്തെ സേവിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. സ്തോത്രം. ദൈവിക ശുശ്രൂഷയിൽ. അപ്പൊ ഒന്നാമത്തേത് സ്തോത്രം, വേർപാടിൽ ദൈവത്തെ സേവിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനെന്നുള്ളത് നാം മനസ്സിലാക്കും. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവിക വേല ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും.